1990-ലുണ്ടായ ഗൾഫ് യുദ്ധത്തിന് സമാനമായ ചില പ്രശ്നങ്ങൾ വീണ്ടും ആ മേഖലയിൽ അശാന്തി പരത്തുകയാണ്. സമുദ്രത്തിൻ്റെ അതിർത്തിയെ ചൊല്ലി രണ്ട് ഗൾഫ് രാജ്യങ്ങൾക്കിടയിലാണ് സംഘർഷം വർദ്ധിച്ചു വരുന്നത്. വിഷയം ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ എത്തിയിരിക്കുന്നു. ഇറാഖും കുവൈറ്റുമാണ് ആ രണ്ട് രാജ്യങ്ങൾ. ഇതൊരിക്കലും ഒരു പുതിയ പ്രശ്നമെന്ന് പറയാൻ കഴിയില്ല. 90-ലെ ഗൾഫ് യുദ്ധവും അതിനെ തുടർന്നുള്ള പരിഹാരവും മുതലെയുള്ള ഒരു പഴയ തർക്കമാണത്. പേർഷ്യൻ ഗൾഫിലെ സമുദ്ര അതിർത്തികൾ നിർവചിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഇറാഖ് ഈ മാസം ഐക്യരാഷ്ട്രസഭയ്ക്ക് സ്വന്തം ഭൂപടവും ഭൂമിശാസ്ത്രപരമായ അതിർത്തികളും സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ ഭൂപടം ഇറാഖിൻ്റെ സമുദ്ര അതിർത്തികളെ വ്യക്തമായി വേർതിരിക്കുന്നുവെന്ന് ഇറാഖ് അവകാശപ്പെടുകയാണ്. പ്രത്യേകിച്ച് ഖോർ അബ്ദുള്ള കടലെടുക്കും അതിൻ്റെ പരിസര പ്രദേശങ്ങളും. എന്നാൽ ചെറിയ ദ്വീപുകളെയും ഫിഷ്ത് അൽ ഖൈദ്, ഫിഷ്ത് അൽ ഐസ് പോലുള്ള ആഴം കുറഞ്ഞ പ്രദേശങ്ങളെയും ഇറാഖിൻ്റെ ഭാഗമായി ഭൂപടം കാണിക്കുന്നു എന്നാണ് കുവൈറ്റിൻ്റെ പരാതി. ഇത് കുവൈറ്റിൻ്റെ പരമാധികാരത്തെ ലംഘിക്കുന്നു. കുവൈറ്റിൻ്റെ അഭിപ്രായത്തിൽ ഈ പ്രദേശങ്ങൾ എല്ലായ്പ്പോഴും അവരുടേതായിരുന്നു. ഒരിക്കലും അതിൽ ഒരു തർക്കവും ഉണ്ടായിട്ടില്ല. 1990-ലാണ് ഇറാഖും കുവൈറ്റും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. 90 ഓഗസ്റ്റ് 2-ന് ഇറാഖി പ്രസിഡന്റ് സദ്ദാം ഹുസൈൻ അയൽ രാജ്യമായ കുവൈത്തിനെ ആക്രമിച്ച് കീഴടക്കിയതോടെയാണ് സംഘർഷം ആരംഭിക്കുന്നത്. കുവൈറ്റിൻ്റെ എണ്ണശേഖരം പിടിച്ചെടുക്കുകയും പ്രാദേശിക സ്വാധീനം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നായിരുന്നു അതിൻ്റെ പ്രധാന കാരണം. എന്നാൽ അതോടെ ഇറാഖിനെ അപലപിച്ച് ഐക്യരാഷ്ട്രസഭ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുകയുണ്ടായി. അമേരിക്കയുടെ നേതൃത്വത്തിൽ 34 രാജ്യങ്ങൾ ഒരു സഖ്യം രൂപീകരിച്ചു. ആദ്യം ഓപ്പറേഷൻ ഡെസർട്ട് ഷീൽഡിൻ്റെ കീഴിൽ സൈനിക തയ്യാറെടുപ്പുകൾ നടത്തി. തുടർന്ന് 1991 ജനുവരി 17-ന് ഓപ്പറേഷൻ ഡെസർട്ട് സ്റ്റോം ആരംഭിച്ചു. എന്നാൽ ആക്രമണത്തിൽ പതറാതെ സദ്ദാം ഹുസൈൻ ഉറച്ചു നിന്നു. പക്ഷേ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ സഖ്യം ഇറാഖിൽ വലിയ തോതിൽ ബോംബാക്രമണം നടത്തി. 100 മണിക്കൂർ നീണ്ടുനിന്ന ആ യുദ്ധത്തിന് ശേഷം 1991 ഫെബ്രുവരി 28-ന് കുവൈറ്റ് മോചിതമായി. സഖ്യം നിർണായക വിജയം നേടി. പക്ഷേ സദ്ദാം ഹുസൈൻ അധികാരത്തിൽ തുടരുകയും ചെയ്തു. യുദ്ധം എണ്ണവിലയെയും മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയത്തെയും സാരമായി തന്നെ ബാധിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇറാഖും കുവൈറ്റും തമ്മിലുള്ള ഏറ്റവും പുതിയ സംഘർഷം ഇറാഖിൻ്റെ അവകാശവാദത്തെ ചൊല്ലിയാണ്. ഫഷ്ത് അൽ ഖൈദ്, ഫഷ്ത് അൽ ഐസ് ഷോൾ എന്നിവ ഉൾപ്പെടെയുള്ള കുവൈറ്റിൻ്റെ പ്രദേശങ്ങൾ ഇറാഖിൻ്റെ മാപ്പുകളിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ കുവൈറ്റിൻ്റെ സ്വാതന്ത്ര്യത്തെ ഇറാൻ ലംഘിക്കുന്നു എന്ന് കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നു. ഖത്തർ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഒമാൻ എന്നീ രാജ്യങ്ങൾ കുവൈറ്റുമായി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട്. ഇറാഖി ഭൂപടത്തെക്കുറിച്ച് ഗുരുതരമായ ആശങ്കകളുണ്ടെന്ന് സൗദി അറേബ്യയും അറിയിച്ചിട്ടുണ്ട്. കൂടാതെ സൗദി കുവൈറ്റ് സംയുക്ത പ്രദേശത്തെയും ഇത് ലംഘിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഇറാഖുമായി കൂടി ആലോചിക്കാതെയാണ് 2014-ൽ കുവൈറ്റ് ഐക്യരാഷ്ട്രസഭയിൽ ഭൂപടങ്ങൾ സമർപ്പിച്ചതെന്ന് ഇറാഖ് വിദേശകാര്യമന്ത്രി ഫുവാദ് ഹുസൈൻ ഒരു പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. ഇറാഖും കുവൈറ്റും പങ്കിടുന്ന പേർഷ്യൻ ഗൾഫിലേക്ക് ഒഴുകുന്ന ഇടുങ്ങിയ ജലപാതയായ ഖോർ അബ്ദുള്ളയെ ചൊല്ലി ഇറാഖും കുവൈറ്റും വർഷങ്ങളായി തർക്കത്തിലാണ്. ഇപ്പോൾ അമേരിക്ക ഇറാനുമായി സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴാണ് ഇറാഖും കുവൈറ്റും തമ്മിലുള്ള ഈ തർക്കം ഉയർന്നു വന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ഇറാഖ് UN-ൽ സമർപ്പിച്ച ഭൂപടം തങ്ങളുടെ സൗഹൃദ രാജ്യമായ കുവൈത്തിൻ്റെ പരമാധികാരത്തെ ലംഘിക്കുന്നുവെന്ന് ബഹ്റൈനും പറയുന്നു. ഇറാഖ് സമർപ്പിച്ച ആ ഭൂപടം ആശങ്കയോടെ പിന്തുടരുന്നതായി സൗദി അറേബ്യയുടെ വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചു. ഗൾഫ് രാജ്യങ്ങൾ പൊതുവെ കുവൈറ്റിന് സപ്പോർട്ട് നൽകുമ്പോൾ ഇറാഖിനെ സഹായിക്കാൻ എത്തുന്നത് അമേരിക്ക തന്നെ ആയിരിക്കുമോ എന്നതാണ് ചോദ്യം. ഈ തർക്കവും മുതലെടുക്കാൻ തന്നെയാകും അമേരിക്ക ശ്രമിക്കുന്നത്.